മേഘത്തൂർ സ്വാമികളെ പറഞ്ഞത് നീയും കേട്ടതല്ലേ? അമരാവതിയുടെ ഐശ്വര്യം പുലരാൻ പോകുന്നതേ അവളിലൂടെയാണെന്ന്. അവൾ ഈ കുടുംബത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. ഒരു കാര്യം മോനോർക്കണം, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബാധിക്കുന്നത് ജ്യോതിയാണ്. നിന്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും എല്ലാവരും അവളെ കുറ്റപ്പെടുത്തു. അതുകൊണ്ട് അവൾ പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കണം. എനിക്കറിയാമേ, ജ്യോതി എൻ്റെ അടുത്തേക്ക് അയച്ചത് ദൈവം തന്നെ. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ബാംഗ്ലൂരിലെ ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ചിടപ്പെട്ടാനെ. എനിക്കിവിടേക്ക് തിരിച്ചു വരാൻ എത്ര ആഗ്രഹമുണ്ടായിരുന്നെന്നോ. ഇവിടുത്തെ മരുമക്കൾക്കും അവരുടെ ഭാര്യമാർക്കും വിഷമമുണ്ടാകാതിരിക്കാൻ ഏട്ടൻ എന്നെ അവിടെ തളച്ചിട്ടു. അവൻ ചെയ്ത് തെറ്റാണെന്ന് മോൻ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ലമ്മേ. ഏട്ടന്റെ മനസ്സ് എനിക്കറിയില്ലേ. ഞാൻ തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ ഏട്ടൻ തന്നെയാണെന്ന് എനിക്കറിയാം. അമ്മ പേടിക്കണ്ട, എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. ജ്യോതി പറയുന്നത് അതുപോലെ ഞാൻ അനുസരിച്ചോളാം. ഗുഡ് ബോയ്. എന്നാ പിന്നെ അമ്മ റെസ്റ്റ് എടുത്തോ, ഞാൻ പോവാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പരാതി പറയുകയാണെന്ന് കരുതരുത്. എന്താ കാര്യം? ചിത്രയും താരയും ആകെ വിഷമത്തിലാണ്. DKയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളോട് ഇങ്ങനെയൊരു പെരുമാറ്റം ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയതല്ല. അതിന്റെ വിഷമത്തിലാവര്. എന്ത് വിഷമം? വിഷമിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. DK മനഃപൂർവ്വം ചെയ്തതാണോ അല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. മുൻപൊക്കെ ആർക്കെന്ത് സാധനം വാങ്ങണമെങ്കിലും DK ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങളുടെ അഭിപ്രായവും ചോദിക്കുമായിരുന്നു. ഇപ്പോ ജ്യോതിയെ മാത്രം കൊണ്ടുപോയത് ഞങ്ങളെ അവഗണിക്കുന്നതിന് തുല്യമായിപ്പോയി. ഓ, ഇതാണോ കാര്യം? ഞാൻ അങ്ങനെ ആരെയും മനഃപൂർവ്വം അവഗണിച്ചിട്ടൊന്നുമില്ല. എനിക്കിതിന്റെ ആവശ്യമില്ല. ശിവയ്ക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണമെന്ന് ജ്യോതി പറഞ്ഞപ്പോ ഞാൻ ജ്യോതിയോട് വരാൻ പറഞ്ഞു. പോയി വാങ്ങിച്ചു. അയ്യോ, SKക്ക് ഡ്രസ്സ് വാങ്ങിയതിനല്ല ഞങ്ങൾ പരാതി പറഞ്ഞത്. പിന്നെ സാധാരണ ഷോപ്പിങ്ങിന് പോകുമ്പോ DK ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇത്തവണ ജ്യോതി കൂടെ വന്നതുകൊണ്ടാണോ ആ പതിവ് തെറ്റിച്ചത്? ഞാൻ ഒരു പതിവും തെറ്റിച്ചിട്ടില്ല. എന്നിട്ടാണോ ജ്യോതിക്ക് മാത്രം സാരി വാങ്ങിക്കൊടുത്തത്? DK അവൾക്ക് മനസ്സറിഞ്ഞ് പുടവ കൊടുത്തു എന്ന് വേണോ ഞങ്ങൾ കരുതാൻ? ഞാൻ പുടവ കൊടുത്ത് സ്വീകരിച്ച എന്റെ ഭാര്യ ഒരാളേ ഉള്ളൂ, സുപ്രിയ. അവൾക്കല്ലാതെ മറ്റാർക്കും ഞാൻ ഒരു സാരിയും വാങ്ങിക്കൊടുത്തിട്ടില്ല. പക്ഷേ ജ്യോതിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ആ സാരി DK വാങ്ങിക്കൊടുത്തു എന്ന മട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. DKയുടെ മനസ്സിൽ അങ്ങനെ ഇല്ലായിരിക്കാം. പക്ഷെ ജ്യോതി കരുതുന്നത് DK ആ സാരി ഇഷ്ടത്തോടെ വാങ്ങിക്കൊടുത്തു എന്ന് തന്നെയാ. നോ, എന്റെ ഇഷ്ടം തീരുമാനിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അനാവശ്യമായി ഇത്തരം സില്ലി പരാതികളുമായി മെയിലിൽ എന്റെ അടുത്ത് വരരുത്, മനസ്സിലായോ?
സാരിയുടെ സൗന്ദര്യം ഇത്രയ്ക്ക് ആസ്വദിക്കാനുണ്ടോ? ഞങ്ങളെയൊക്കെ അങ്ങ് തോൽപ്പിച്ചെന്നുള്ളൊരു വിചാരം കാണും നിനക്ക്. നിന്റെ ഈ അഹങ്കാരത്തിന്റെ ചിരി മായാൻ അധിക സമയം വേണ്ട. അതൊന്ന് ഓർക്കുന്നത് നല്ലതാ. അതെ, ഈ സാരിയുടെ ഭംഗി എത്ര ആസ്വദിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മതിയാവുന്നില്ലെന്നേ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിച്ചു തന്ന സമ്മാനമല്ലേ? ഏത് ഭാര്യയ്ക്ക ഭർത്താവ് തരുന്ന ഇത്തരം സമ്മാനങ്ങളൊക്കെ ഇഷ്ടാവാത്തത്? എന്നിട്ട് DK വാങ്ങിച്ചു തന്നതല്ല ഈ സാരി എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്ന് ആര് പറഞ്ഞു? DK പറഞ്ഞോ? അത് നിങ്ങളോട് DK സത്യം പറയാനുള്ള ചമ്മല് കൊണ്ട് പറഞ്ഞതാ മോളൂ. നീ നിർബന്ധിച്ച് വാങ്ങിയതിന് DK എങ്ങനെ ഉത്തരവാദിയാവും? ഞാൻ നിർബന്ധിച്ചെന്നോ? ചുമ്മാ എന്റെ പിന്നാലെ നടന്ന് നിർബന്ധിച്ച് സാരി വാങ്ങാൻ പറഞ്ഞതേ DKയാ. ഇനിയും നിനക്ക് സംശയം ഉണ്ടെങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ സംശയം അങ്ങ് തീർത്തേക്കാം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒന്ന് നീ ഓർത്തോ, ഇന്ന് വരെ ഷോപ്പിങ്ങിന് പോകുമ്പോ ഞങ്ങളെ കൂട്ടാതെ DK പോയിട്ടില്ല. ഇനി അഥവാ ഒറ്റയ്ക്കാണ് ഷോപ്പിങ്ങിന് പോകുന്നതെങ്കിൽ ഞങ്ങൾക്കെല്ലാം സമ്മാനങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇത്തവണ നീ അത് മുടക്കി. മുടക്കി? ഞാനത് മനഃപൂർവ്വം തന്നെ ചെയ്തതാ. ഇപ്പൊ മാത്രമല്ല, ഇനി അങ്ങോട്ടും ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഞാനേ DKയുടെ ഭാര്യ. ഞാൻ അറിയാതെ ഒരു സാധനം പോലും DK നിങ്ങൾക്ക് വേണ്ടി വാങ്ങത്തില്ല. നിനക്കൊക്കെ സാരി വാങ്ങണമെങ്കിലേ നിന്റെയൊക്കെ ഭർത്താക്കന്മാരോട് വാങ്ങിത്തരാൻ പറ. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. എടീ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? നീ ഇവിടെ ഒരുപാട് കാലം വാഴില്ല, ഓർത്തോ? വാഴുന്നതും വീഴുന്നതും ആരൊക്കെയാണെന്ന് നമുക്ക് കാണാം മരുമകളെ. ഇനി നീയൊക്കെ കാണാൻ പോകുന്നതേ പുതിയ ജ്യോതിയെയാ. DKയും ഈ അമരാവതിയെയും നിയന്ത്രിക്കുന്ന DKയുടെ യഥാർത്ഥ ഭാര്യയായിട്ട് ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ അമരാവതി ഭരിക്കും. നീയൊക്കെ ഞാൻ പറയുന്നത് അനുസരിക്കും. ഈ സാരി അതിനുള്ള തുടക്കം മാത്രം. ഇല്ലടി, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. ഈ സാരി നീ ഉടുക്കില്ല. അതിനുള്ള ഭാഗ്യം നിനക്കുണ്ടാവില്ല. ഉണ്ടാകും മരുമകളെ. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് സൗഭാഗ്യങ്ങള് ജ്യോതിയുടെ ജീവിതത്തിൽ പടികടന്ന് വരാൻ പോവാണല്ലോ. DKയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം DK ഇപ്പൊ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുള്ള സമ്മാനമായിട്ടാ ഈ സാരി എനിക്ക് വാങ്ങിത്തന്നത്. ഇപ്പൊ മരുമോൾക്ക് സമാധാനായില്ലേ? എന്നാ അച്ഛല് പോയി ചായയും പലഹാരവും ഒക്കെ കഴിക്കും. നല്ല ക്ഷീണം ഉണ്ടാവും. ചെല്ലടി മരുമോളെ, ചെല്ല്. അവളുടെ ഗ്യാസ് പോയി കാണും, പാവം. അവളുടെ ഒരു പരിഹാസം. കൈ നിവർത്തി കാരണത്തൊന്ന് കൊടുക്കാൻ തോന്നിയതാ എനിക്ക്. വേണ്ടാന്ന് വെച്ചത് അതിന്റെ പേരില് ഇനി ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ചിട്ടാ. അത് വേണായിരുന്നു മായച്ചി. അത്രയ്ക്ക് കൂടുതൽ അവളുടെ അഹങ്കാരം. മായച്ചിയുടെ അവൾ എന്താ പറഞ്ഞത്? എന്നെ അവള് വെല്ലുവിളിച്ചിരിക്കുന്നു. DKയുടെ കൂടെ ജീവിതകാലം മുഴുവൻ അമരാവതിയിൽ തന്നെ അവള് ജീവിക്കും പോലും. എന്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ അവൾ ആ സാരി DK കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതായിരിക്കും. ആ സാരി ഉടുത്തോണ്ട് നടക്കാൻ അവളെ സമ്മതിക്കരുത് മായച്ചി. ഇല്ല, അവൾ ആ സാരി ഉടുക്കില്ല. ഉടുക്കാൻ സമ്മതിക്കില്ല ഞാൻ.
എന്ത് ചെയ്യാനാ മായച്ചിയുടെ പ്ലാൻ? എന്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. അത് നടപ്പാക്കാൻ ചിത്രയുടെ സഹായം വേണം. എന്റെ സഹായോ? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇത് ഞാനീറ്റ്. ജ്യോതി, അവളുടെ ശരി ഇപ്പൊ ശരിയാക്കി തരാം. ഓ കേറി. അവളുടെ ഒരു സാരി, DK കൊടുത്ത സമ്മാനം. അങ്ങനെ നമ്മുടെ തല കയറിയിരുന്ന് അവൾ ഈ സാരി ഉടുത്ത് സുഖിക്കണ്ട. കത്തിച്ച് ചാമ്പലാക്കും മായച്ചി. ഇതിന്റെ പൊടി പോലെ അവൾ ഇനി കാണരുത്. അവൾ ഈ സാരി ഉടുത്തോണ്ട് അണിഞ്ഞൊരുങ്ങി നമ്മുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു കാഴ്ച. ഹോ എന്റെ അമ്മേ, എനിക്ക് തോർത്തിട്ട് സഹിക്കാൻ വയ്യ. ഓർക്കാനും ഓർമ്മിക്കാനും ഇനി അവൾ ഈ സാരി കണി കണ്ടിട്ട് വേണ്ടേ? സുപ്രിയാന്റിയുടെ സ്ഥാനത്ത് കയറി ഇരിക്കാനുള്ള അവളുടെ അതിമോഹം, അതിന് ഞാൻ അനുവദിക്കില്ല.
എന്താ ഇത്? നീ എന്തായി ചെയ്യാൻ പോയത്? ജ്യോതിക്ക് വേണ്ടി ഏട്ടൻ വാങ്ങിയ സാരിയല്ലേ ഇത്? അത് കത്തിക്കാൻ നിന്നോടാരാ പറഞ്ഞത്? അത് പിന്നെ ഞാൻ എനിക്കറിയാം. ഏട്ടൻ ജ്യോതിക്ക് സാരി വാങ്ങി കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഇതുവരെ ജ്യോതിയോട് കാണിച്ച ദ്രോഹങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അവൾക്ക് വേണ്ടി SK എന്തിനാ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത്? ജ്യോതിയെ ആരും ദ്രോഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ നിങ്ങൾ 3 പേരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഈ അമരാവതിയിൽ ഇനി പഴയതുപോലെ ജീവിക്കാമെന്ന് കരുതരുത്. കൊല്ലും ഞാൻ. എങ്ങനെയുണ്ട്? DKയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോ വാങ്ങിയതാ. കൊള്ളാം. ജ്യോതിക്കിത് നന്നായിട്ട് ചേരുന്നുണ്ട്. ഹലോ, അതെ, ജ്യോതിയല്ല, ഏട്ടത്തി. ഏട്ടത്തി അമ്മ, അങ്ങനെ വേണം വിളിക്കാൻ. ഇതെവിടെ പോയി? ഇവിടെ തന്നെയാണല്ലോ വെച്ചിരുന്നത്. ജ്യോതി, ഇതല്ലേ ജ്യോതി തിരയുന്നത്? അതെ. ഇതെവിടെ കിട്ടി? ഞാനിത് ഈ മുറിയിലാണല്ലോ വെച്ചിരുന്നത്. പിന്നിതെങ്ങനെ ശിവയുടെ കയ്യിലെത്തിയത്? ദേ, എന്റെ സാരി മോഷ്ടിച്ചാലുണ്ടല്ലോ. സാരി മോഷ്ടിച്ചത് ഞാനല്ല. പിന്നെ? അതെ, ഈ വീട്ടിൽ ജ്യോതിയുടെ ശത്രുക്കൾ ആരാണെന്നും മിത്രങ്ങൾ ആരാണെന്നും ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അവരിത് കത്തിച്ചേനെ. അമ്പടി ഭയങ്കരികളെ, എന്നോടുള്ള വിരോധം അവരീ സാരിയോട് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവരിവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആര്? ആ മായയും താരയും ചിത്രമൊന്നും ഇവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവരൊക്കെ ആരാ? അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇനി എന്തിനാ അവരൊക്കെ ഇവിടെ താമസിക്കുന്നത്? ശിവ, ഇങ്ങനെയൊന്നും പറയരുത്. അവരൊക്കെ ശിവയുടെ ചേച്ചിയുടെ മക്കളും മരുമക്കളൊക്കെയല്ലേ? അതൊന്നും എനിക്കറിയണ്ട. അവർ ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? അവരിവിടെ നിന്നാ ഇനിയും ജ്യോതിയെ ദ്രോഹിക്കും. എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞുവിടാൻ DKയോട് ജ്യോതി പറയണം. ശിവ, നമ്മുടെ ബന്ധുക്കളൊക്കെ നമുക്കരികിലുള്ളത് നല്ലതല്ലേ? കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ കാണും. എന്നാലും ബന്ധങ്ങൾക്കൊക്കെ വലിയ വിലയുണ്ട്. അത് മാത്രമല്ല,
ഡി കെക്ക് അവരാരും ഇവിടെ നിന്ന് മാറി താമസിക്കുന്നത് ഇഷ്ടമല്ല. ബന്ധങ്ങളെ ഡി കെ ചേർത്ത് പിടിക്കുന്നത് ആ സ്നേഹവും കരുതലും കൊണ്ടാ. അവരൊന്നും ഈ വീടിന്റെ ബന്ധുക്കളല്ല, ശത്രുക്കളാ, ശത്രുക്കള്.